നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ശാരീരിക ക്ഷീണമാണോ അതോ എനർജി ബ്ലോക്ക് ആണോ? നമുക്കൊക്കെ ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ധാരാളം ഉറങ്ങിയതിന് ശേഷവും വിശ്രമിച്ചതിന് ശേഷവും ഒരു അസ്വസ്ഥതയോ ക്ഷീണമോ ഒക്കെ. പലപ്പോഴും ഇതിനെ ശാരീരിക ക്ഷീണമായി തന്നെയാണ് നമ്മൾ കണക്കാക്കാറ്. എന്നാൽ ഒരുപക്ഷെ ഇത് ഒരു എനർജി ബ്ലോക്ക് ആവാം. എന്താണ് സാധാരണ ശാരീരിക ക്ഷീണവും എനർജി ബ്ലോക്കും തമ്മിലുള്ള വ്യത്യാസം? ശാരീരിക ക്ഷീണം എന്നാൽ അത് നമ്മുടെ ശാരീരിക അധ്വാനം കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളുമാണ്. നമ്മുടെ കണ്ണുകളിൽ ക്ഷീണം അനുഭവപ്പെടാം, പേശികളിൽ കൈകാൽ പേശികളിൽ ബുദ്ധിമുട്ടുകളും ക്ഷീണവും അനുഭവപ്പെടാം. എന്നാൽ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഈ ബുദ്ധിമുട്ടുകളൊക്കെ അപ്രത്യക്ഷമാവുന്നതാണ്. എനർജി ബ്ലോക്ക് എന്നാൽ അത് നമ്മൾ അടിച്ചമർത്തി വച്ചിരിക്കുന്ന ദേഷ്യം, ഭയം, ആകാംക്ഷ, ഉത്കണ്ഠ, കുറ്റബോധം മുതലായ ഇമോഷൻസിൽ നിന്നും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ശരീരം വിശ്രമിച്ചാലും മനസ്സിന് ഭാരം അനുഭവപ്പെടുകയും ഒന്നിലും താല്പര്യമില്ലായ്മ തോന്നുകയും ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യാം. ഇവിടെ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പ്രാണിക് എനർജി ഫ്ലോ, അതായത് ലൈഫ് എനർജി ഫ്ലോ തടസ്സപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ബ്ലോക്കേജ് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ എനർജി ബോഡിയിലോ ആവാം. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷീണം, ഇറിറ്റബിലിറ്റി, ഒന്നിലും താല്പര്യമില്ലാതിരിക്കുക, ആങ്സൈറ്റി, സ്ട്രെസ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ, കാരണങ്ങൾ അറിയാത്ത ശാരീരിക അസ്വസ്ഥതകൾ മുതലായവ അനുഭവപ്പെടാം. വൈകാരിക വിഷമതകളെ അവഗണിക്കുന്നതും ഒരിക്കൽ വേദന ഉണർത്തിയ സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ഭയം, കുറ്റബോധം, വിഷാദം, ദുഃഖം മുതലായ ഇമോഷൻസിനെ അടക്കി വെക്കുന്നതും എനർജി ബ്ലോക്കേജസിന് കാരണമാകാം. അതുപോലെ തന്നെയാണ് സ്ട്രെസ്, ഓവർ തിങ്കിങ് മുതലായവ പ്രാണോർജത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം നിൽക്കുകയും അവിടെ എനർജി ബ്ലോക്കേജസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സ്ട്രെസ്, ഓവർ തിങ്കിങ് മുതലായവ മനസ്സിനെ ഓവർലോഡ് ആക്കുകയും പ്രാണോർജത്തിന്റെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ടോക്സിക് റിലേഷൻഷിപ്പുകളിലായിരിക്കുന്നതും ഇമോഷണലി നമ്മളെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങളോടും വ്യക്തികളോടും ഒപ്പമായിരിക്കുന്നതും നമ്മുടെ ഇത്തരത്തിലുള്ള ഊർജ ചക്രങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉദാഹരണത്തിന് ഹാർട്ട് ചക്രയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എനർജി ബ്ലോക്കേജ് നമുക്ക് ഒരാളെ സ്നേഹിക്കുന്നതിലും അവരെ വിശ്വസിക്കുന്നതിലും തടസ്സം നിൽക്കുന്നു. ത്രോട്ട് ചക്രയിലാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്നു. മൂലാധാര ചക്രയിലുള്ള ഇംബാലൻസുകൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗിനെയും ഭയാശങ്കകളെയും ഉണ്ടാക്കുന്നു. ശരീരത്തിന് മതിയായ വ്യായാമമില്ലാതിരിക്കുക, ക്രമം തെറ്റിയ ഭക്ഷണശീലങ്ങൾ മുതലായവയും ഇത്തരത്തിലുള്ള ബ്ലോക്കിന് കാരണമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എനർജി ബ്ലോക്കിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്തു നോക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷവും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? വ്യക്തമായ മെഡിക്കൽ റീസൺസ് ഒന്നുമില്ലാതെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടോ? വൈകാരികമായ മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? യഥാർത്ഥമായ നമ്മുടെ സന്തോഷത്തിൽ നിന്നും ജീവിത ലക്ഷ്യത്തിൽ നിന്നും ഡിസ്കണക്റ്റ് ആയതുപോലെ തോന്നുന്നുണ്ടോ? ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഉത്തരം യെസ് എന്നാണെങ്കിൽ ശാരീരിക ക്ഷീണത്തെക്കാൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനർജി ബ്ലോക്കാണ്. ഇത്തരത്തിലുള്ള എനർജി ബ്ലോക്കുകളെ പല ഹീലിംഗ് മൊഡാലിറ്റികൾ വഴിയും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ആക്സസ് കോൺഷ്യസ്നെസ് ബാർ, പ്രാണിക് ഹീലിംഗ്, ചക്ര ഹീലിംഗ്, മ്യൂസിക് തെറാപ്പി, മെഡിറ്റേഷൻ ടെക്നിക്സ്, ഇമോഷണൽ റിലീസ് ടെക്നിക്, അങ്ങനെ പല രീതിയിലും ഇത്തരത്തിലുള്ള എനർജി ഇംബാലൻസുകളെ കറക്റ്റ് ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ മനസ്സ് അവഗണിച്ച് കളയുന്ന പലതിനെയും നമ്മുടെ ശരീരം ശേഖരിച്ചു വയ്ക്കാറുണ്ട്. എനർജി ബ്ലോക്കുകൾ എന്നാൽ അത് പ്രശ്നങ്ങളല്ല. ഒന്ന് നിൽക്കൂ, പോസ് ചെയ്യൂ, ഹീൽ ചെയ്യപ്പെട്ടതിന് ശേഷം മുൻപോട്ട് പോകൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില സിഗ്നലുകളാണ്. അവഗണിക്കാതിരിക്കുക. ഹാവ് എ നൈസ് ഡേ.